നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിൽ നിന്നും ദേവസ്വം മന്ത്രി K മുരളീധരൻ വിട്ടുനിന്നത് മനഃപൂർവ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കിങ് പിൻ ആയ കമ്പനിയുടെ അഭിഭാഷകനെ ദേവസ്വത്തിന്റെ പ്ലീഡറാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രിയെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ മുരളി സ്ഥലം വിട്ടു. മുഖ്യമന്ത്രിയുമായി ഒരു അഭിപ്രായ ഭിന്നതയ്ക്കും നിൽക്കാതെ തന്ത്രപരമായി ഒഴിഞ്ഞുമാറുകയായിരുന്നു മുരളീധരൻ. ഷിഗല്ല ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്ന പേരിലാണ് മുരളി മുടങ്ങിയത്. വിവാദം പുകഞ്ഞതോടെ താനല്ല മുഖ്യമന്ത്രിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് മുരളിയും ഒഴിഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി പെട്ടു. മന്ത്രി സണ്ണി ജോസഫ് സ്റ്റാഫിൽ അളിയനെ നിയമിച്ചതിനെ തുടർന്നുണ്ടായ വിവാദത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് തിരികൊളുത്തിയത്. പുതിയ വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ മുഖ്യമന്ത്രി പദത്തിലെത്താൻ പിന്തുണച്ച K മുരളീധരൻ കൂടെയുണ്ട് എന്നതാണ് ആന്റി ക്ലൈമാക്സ്. സണ്ണി ജോസഫിന്റെ അളിയനെ പോലെ പുതിയ കഥയിലെ നായകനും 2 ദിവസത്തിനകം ഔട്ടാവും. ഹൈക്കോടതിയിൽ നിയമിക്കപ്പെട്ട പല പ്ലീഡർമാർക്കും ഇടതുമുന്നണിയുമായി സൗഹൃദമുണ്ടെന്ന വാർത്തകളും പിന്നാലെ വരുന്നുണ്ട്. എങ്കിലും സ്വർണ്ണക്കൊള്ള കേസിലെ അഭിഭാഷകനെ നിയമിച്ചത് കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനാൽ വിവാദം തുടർന്നത്. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും അതിനാൽ താൻ ഇടപെട്ടില്ലെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. മന്ത്രിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാകുന്നത് നല്ല കാര്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മന്ത്രിസഭയിൽ പങ്കെടുത്തിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിന് അക്കാര്യം വിട്ടുകൊടുത്തിരുന്നു. ഒരു കാരണവശാലും പ്രതികൾ ആരും രക്ഷപ്പെട്ടില്ല. ആ കാര്യത്തിൽ ഉറപ്പു നൽകാം. പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാകുന്നത് നല്ല കാര്യമാണ്. ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം മന്ത്രി ഒരിക്കലും തള്ളിപ്പറയാനും പാടില്ല. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വമാണ്. ഞാൻ ഇക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു എന്നാണ് മുരളീധരന്റെ വ്യക്തമാക്കിയ കാര്യം. മുമ്പ് മുരളി ഇത്തരം വിവാദങ്ങളിൽ നിന്നും മാറി നിന്നിട്ടേ ഉള്ളൂ. ഇതുവരെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ മാത്രമേ ദേവസ്വം വകുപ്പിനുണ്ടായിരുന്നുള്ളൂ. ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സങ്കീർണതകളുള്ള കേസുകളുടെ നടത്തിപ്പിന് കുറച്ചുകൂടി ഫലപ്രദമായ സംവിധാനം വേണമെന്നും ദേവസ്വം വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ദേവസ്വം ബോർഡുകളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്കായി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പദവി പ്രത്യേകമായി നൽകി KB പ്രദീപിനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ശബരിമല മേൽശാന്തി കേസിലെ അമിക്കസ് ക്യൂരിയായും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അഡ്വക്കേറ്റ് കമ്മീഷണറായി 13 വർഷവും പ്രദീപ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെ സ്വർണ്ണക്കൊള്ള കേസിൽ SIT അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ്. ഈ സ്വർണം ഇടനിലക്കാരനായ കൽപേഷ് വഴി ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന വിറ്റുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. കുറ്റാരോപിതരായ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം മറ്റു ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശാനും നവീകരണത്തിനും ഉപയോഗിച്ചതായി സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. SIക്ക് മുമ്പിലാണ് ഈ നിർണായക മൊഴി അദ്ദേഹം നൽകിയത്. മലയിലെ സ്വർണം കൊള്ളയടിക്കാൻ ഇതര സംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ഹൈക്കോടതിയാണ്. അന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ചിത്രത്തിലുണ്ടായിരുന്നതേയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സംശയമുണ്ട് എന്ന് ഹൈക്കോടതി വെളിപ്പെടുത്തിയ ശേഷമാണ് പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരി ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ പങ്കജ് ഭണ്ഡാരി സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലെത്തിച്ചാണ് സ്വർണം വേർതിരിച്ചെടുത്തത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. മാത്രമല്ല പോറ്റി നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ ഭണ്ഡാരിയായിരുന്നു. അതുപോലെ ബെല്ലാരിയിലെ ഗോവർദ്ധനുമായും പോറ്റിക്ക് ബന്ധം ഉണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തിയത് ഗോവർദ്ധനാണെന്ന് തെളിഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭണ്ഡാരിയെ SIT ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷവും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പരാതിപ്പെട്ട് 12ാം പ്രതി പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ വിവാദത്തിലായ വക്കീൽ ഹാജരായത്. SITയുടെ നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമാണ് എന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം.
ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്യണം മതിയായ കാരണം ഉണ്ടായിരുന്നില്ല എന്നും ഇതേ വക്കീൽ വാദിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കുള്ള യാത്രയിൽ എങ്ങനെ സ്വർണ്ണപ്പാളികളായി എന്ന അന്വേഷണമാണ് സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരിയെ കുടുക്കിയത് എന്ന് വ്യക്തം. ദേവസ്വം രേഖകളിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയെങ്കിലും സ്വർണമാണ് കൈമാറിയത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇവ തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ചെമ്പുപാളികൾ എത്തിച്ച സ്വർണം പൂശി നൽകാനാണെങ്കിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ഇടപെടൽ വേണ്ടിയിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം പിടിയിലായ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തെ സഹായിക്കാനാണ് മുരാരി സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ ലക്ഷ്യം വഴിതെറ്റിക്കലായിരുന്നു എന്നും പിന്നീട് തെളിഞ്ഞത്. സ്മാർട്ട് ക്രിയേഷൻസും ശബരിമല ദേവസ്വവുമായുള്ള ഇടപെടൽ എല്ലാ കാലത്തും ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. ഈ ബന്ധം മറച്ചുവെച്ചാണ് അവർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ എത്തിയത്. സ്വർണം പൂശുന്നതിന് സ്മാർട്ട് ക്രിയേഷൻസ് വൈദഗ്ധ്യമില്ല എന്ന തിരുവാഭരണ കമ്മീഷണർ 2025 ജൂലൈ 30 എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇമെയിൽ ചെയ്തിരുന്നു. ദേവസ്വം ആസ്ഥാനത്ത് വെച്ച് സ്വർണം പൂശണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരുമായി ബന്ധപ്പെട്ടതിനു പിന്നാലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ വീണ്ടുമെത്തി. ശബരിമല പൊതിഞ്ഞ സ്വർണം എന്ന നിലയിൽ ഇതിനുള്ള മൂല്യമാണ് കൊള്ളയടിക്ക് ഇവരെ പ്രേരിപ്പിച്ചത്. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന കണ്ടെത്തലാണ് നിർണായകമായത്. സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ ഇത്തരം നീക്കങ്ങൾക്കെല്ലാം അഭിഭാഷകന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ശബരിമല കൊള്ളക്കേസിലെ പ്രതികളെല്ലാം രക്ഷപ്പെട്ടതായി ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രചരണം തുടങ്ങി. പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രതിസ്ഥാനത്തുള്ള കമ്പനിയുടെ അഭിഭാഷകനെ നിയമിച്ചതെന്ന വാദം ആരും വിശ്വസിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. ഇടതുപക്ഷത്തെ തറപറ്റിച്ചതും ഈ വിവാദമാണ്. എന്നാൽ അധികാരത്തിലെത്തിയതോടെ കോൺഗ്രസ് ഇതെല്ലാം മറന്നു. പക്ഷേ ജനം മറക്കില്ലെന്ന നേതാക്കൾ മറന്നു. മുരളീധരൻ ഇത്തരം അപകടങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതും. പണ്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ് മുരളീധരൻ. രാഷ്ട്രീയക്കാരൻ പറയാൻ മടിക്കുന്ന അഭിപ്രായങ്ങൾ മുരളി ആർക്കു മുന്നിലും തുറന്നു പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനുവരി 20 കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകളും 20 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്കിടെ ഇഡി സംഘം പിടിച്ചെടുത്തിരുന്നു.